പാടില്ല. അതിന് നന്നായി അധ്വാനിക്കണം. കണ്ണുനീരോടെ വിതയ്ക്കണം. വലിയ വില അതിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഫലം വിലയേറിയതാണ്. സ്തോത്രം സ്തോത്രം. ദൈവസഭയെ സംബന്ധിച്ചും അത് അന്വർത്ഥമാണ്. ഇവിടെ വായിക്കുന്നു, കൃഷിക്കാരൻ ഭൂമിയിലുള്ള വിലയേറിയ ഫലത്തിനായി കാത്തുകൊണ്ട് അതിന് മുൻമഴയും പിൻമഴയും ലഭിക്കും. രണ്ട് മഴയെ കുറിച്ച് ഇവിടെ പറയും. The early rain and the latter rain. മുൻമഴയും പിൻമഴയും. സ്തോത്രം. മുൻമഴ എന്നത് പെന്തക്കോസ്ത് നാളിൽ പകരപ്പെട്ട ആത്മപകർച്ചയാണ്. എന്തിനാ മുൻമഴ പെയ്യുന്നത്? വിത്തിടലിനായി ഭൂമിയെ തയ്യാറാക്കേണ്ടതിന് വേണ്ടിയാണ് മുൻമഴ പെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. വിത്തിടലിനായി ഭൂമിയെ തയ്യാറാക്കുക. പെന്തക്കോസ്ത് നാളിൽ പകരപ്പെട്ട ആത്മപകർച്ചയോടുകൂടെ ദൈവവചനമാകുന്ന വിത്ത്, സുവിശേഷത്തിന്റെ വിത്ത് ഭൂലോകമാകുന്ന വയലിൽ അനേക മിഷണറി പ്രസ്ഥാനങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ച് വരികയാണ്. ഇന്നും വിതയ്ക്കപ്പെടുകയാണ്. നമ്മുടെ ഹൃദയമാകുന്ന നല്ല നിലത്തും ആ വിത്ത് വീണു. ആ വിത്ത് അത് വളർന്നു, അത് തയ്യാറായി, അതിന് കതിരുണ്ടായി, ആ കതിരിന്മേൽ മണികളുണ്ടായി. ഒന്നാമത്തെ മഴ വിത്തിടലിനായി ഭൂമിയെ തയ്യാറാക്കേണ്ടതിനാണെങ്കിൽ പിന്മഴ എന്തിനാണെന്നറിയോ? പിന്മഴ കൊയ്ത്തിനായി ധാന്യത്തെ പാകമാക്കേണ്ടതിന്. കൊയ്ത്തിനായി ധാന്യത്തെ പാകമാക്കാൻ. അപ്പം ദൈവത്തിന്റെ സഭയാകുന്ന ദൈവത്തിന്റെ കൃഷി, അതിന്റെ വിളവെടുപ്പിനുള്ള സമയം അടുത്തു വരികയാണ്. ഇതിനുവേണ്ടി അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറയുന്നത്, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ, അവൻ മിന്നൽ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും മാരി പെയ്ച്ചു കൊടുക്കുന്നു. ആദ്യ മഴ പെന്തക്കോസ്ത് നാളിൽ. സ്തോത്രം. The early rain was Pentecost. The latter rain is the outpouring before Jesus coming. പിന്മഴ എന്നുള്ളത് യേശു വരുന്നതിന് മുമ്പേ ദൈവം അയക്കുന്ന ആത്മാവിന്റെ പകർച്ച. ഞാൻ പറഞ്ഞത് പെന്തക്കോസ്ത് നാളിൽ പകരപ്പെട്ട ആത്മശക്തിയെ ദൈവം ഇനിയും അയക്കും. ഇത് പിന്മഴയുടെ കാലം, പകർച്ചയുടെ കാലമാണ്. അതിവിപുലമായ അളവിൽ മഹാശക്തിയോടെ ദൈവസഭ പകർച്ചയ്ക്കായി ദൈവത്തോട് ഈ മുൻമഴ, the early rain began the church, the latter rain will complete the church. ആദ്യ മഴയോടുകൂടെയാണ് സഭ ഭൂമിയിൽ സ്ഥാപിതമായി. ആദ്യ ആത്മപകർച്ചയോടുകൂടെയല്ലേ സഭ രൂപപ്പെട്ടത്. ലാറ്റർ റെയിൻ, പിന്മഴയോടുകൂടെ ഈ ഭൂമിയിൽ സഭയുടെ കാലം പൂർത്തിയായി.
രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ഹല്ലേലൂയ 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 മൂന്ന് മിനിറ്റ് ഉണ്ട്. 1:05 വേണ്ടിയിട്ടും എന്റെ വാച്ചിൽ 3 മിനിറ്റ് 2 മിനിറ്റ് നമ്മൾ ജീവിക്കുന്ന 2 മഴകളുടെ ഇടയിലൂടെയാണ്. ആദ്യം പറഞ്ഞ 2 മകൾ സംഭവങ്ങളുടെ ഇടയിൽ ഇതൊന്നും ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. We are living between 2 great rains. 2 വലിയ മഴകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആമേൻ. പെന്തക്കോസ്ത് നാളിൽ പകരപ്പെട്ട മുൻമഴ ഇനിയും ഈ നാളുകൾ കർത്താവ് വാഗ്ദത്തം പോലെ പകരാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. നാം ഭാഗ്യമേറിയവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭാഗ്യം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് ആത്മനിറവിന്റെ നാളുകളാണ്. ഇത് ദൈവം തന്നെ ആത്മാവിനെ സമൃദ്ധിയായി അതിശക്തിയോടെ പകരുന്ന കാലമാണ്. ആമേൻ 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 ആമേൻ. ഈ ആത്മപകർച്ചയുടെ ഈ പിന്മഴയുടെ ഈ വിപുലമായ ഈ ആത്മപകർച്ച ഇത് പുൾപിറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഇത് DL മോഡിയെ പോലെയുള്ളവരിലോ, ഇത് മുൻനിര പ്രവർത്തകർ, പാസ്റ്റർമാരോ, ലീഡേഴ്സോ അതുപോലെയുള്ളവരിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഈ ആത്മപകർച്ച സാധാരണക്കാരായ പിന്മഴയുടെ കാലഘട്ടം. ഇന്നത്തെ തലമുറ പ്രവചനത്തിൽ ഒരു പാട്ടിന്റെ ഒന്നര ശാസ്ത്രം പാടി ആനന്ദം. ഹല്ലേലൂയ. പ്രിയ രാജു പാസ് പ്രാർത്ഥിക്കും. പാസ് കേട്ട് തങ്കച്ചൻ ആശീർവാദം പറഞ്ഞു നമ്മള് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ആവർത്തിക്കുന്നു, ഇത് പിന്മഴയുടെ കാലമാണ്. ഇത് ആത്മപകർച്ചയുടെ നാളുകളാ. ഇന്ന് നമുക്കൊരു പ്രവാചകനെ കിട്ടണമെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ആരുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. തിരുവനന്തപുരത്ത് ആരെങ്കിലും ഉണ്ടോ? മലബാറിൽ ആരെയും കാണുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് കൊണ്ടുവരുന്നവരിൽ നല്ലൊരു പങ്ക് കള്ളപ്രവാചകന്മാരുമാണ്.
സ്തോത്രം. ഹല്ലേലൂയ. തലേ കൈവച്ചിട്ട് മകനെ നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, മകളെ നിന്റെ കണ്ണുനീര് കണ്ടു എന്നൊക്കെ പറയുന്നൊന്നും അല്ല പ്രവചനം കേട്ടോ. സ്തോത്രം. സത്യപ്രവാചകൻ എഴുന്നേൽക്കുമ്പോ ജനം ഭയന്ന് ദൈവമുമ്പാകെ വിറച്ച് ദൈവമുമ്പാകെ വീഴും. ദൈവം സത്യപ്രവാചകനെ മലബാറിൽ എഴുന്നേൽപ്പിക്കും. ഈ ആത്മപകർച്ചയുടെ ഫലമായി ഹല്ലേലൂയ നാം പ്രസംഗിക്കുന്ന വചനം പുറത്തു പോയി യാതികളുടെ ഇടയിൽ പങ്കുവെക്കുന്ന വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യ പ്രവർത്തികളാലും ദൈവം ഉറപ്പിക്കും. ഈ കാലഘട്ടത്തിൽ അത് സംഭവിക്കും. ചാടും ക്യാൻസർ രോഗികള്, മാറാരോഗികള് ഒരിക്കലും നമ്മുടെ കണ്ണിന് കഥം പ്രവചിച്ചിട്ട് പ്രവർത്തി വെളിപ്പെടും. അടിച്ചു വീണ്ടും ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ സ്തുതിക്കാം. വലിയ വലിയ പ്രവർത്തിക്കാൻ ഒരുങ്ങ ദൈവസഭയെ അതിനായി ഒരുക്കാം. കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കും, താമസിക്കയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. അഭിഷേകം സകല ജനത്തിന്മേലും സമയമല്ലോ. സകല ജനത്തിന്മേലും സമയമല്ലോ. Adinawa ipalira
ആത്മശക്തിയെ